ഇന്റെ പ്രൊഫഷൻ കൊണ്ട് ഇന്റെ നാട്ടുകാർക്ക് കൂടെ ഗുണം ഉണ്ടാവണം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് മാതാപിതാക്കളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അത് പിന്തുടരുക എന്നുള്ളതാണ്. എന്റെ നാട്ടുകാരെല്ലാവരും എന്റെ കൂടെ ഉണ്ട്. ഈ ജനക്കൂട്ടം തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. എല്ലാവരും ഒരുമിച്ചുണ്ട്. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. Stitch your style. Lenora Linen Cotton Cloth and Stitching, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകരുമെല്ലാം. പോരൂർ പഞ്ചായത്തിലെ കോട്ടക്കുന്ന് 6-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ശ്യാം പാന്തറിന്റെ കൂടെയാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. എവിടം വരെ എത്തി? പ്രചരണങ്ങളൊക്കെ കഴിഞ്ഞോ? എത്ര റൗണ്ട് പൂർത്തിയാക്കി? പ്രചരണം 11-ാം തീയതി വരെ തുടരും. പ്രചരണം എല്ലാ വീടുകളിലും ഒരു 4 റൗണ്ട് ഏകദേശം കയറി കഴിഞ്ഞു. ചില ആളുകളെ ഇനിയും കാണാനുണ്ട്. ഇതിപ്പോ ഞങ്ങളെ സംബന്ധിച്ച് അവസാന ഞായറാഴ്ച ഒരു സൂപ്പർ സൺഡേ ആണ്. ഞങ്ങൾ എല്ലാവരും വലിയൊരു കൂട്ടായിട്ട് വലിയൊരു ഒറ്റ ടീമായിട്ട് ഞങ്ങൾ കോട്ടക്കുന്നിലെ UDF ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് പോരാടുകയാണ്. വലിയൊരു വിജയമാണ് ഞങ്ങൾ കാണുന്നത്. ഓരോ വീടുകളിൽ എത്തുമ്പോൾ വലിയ സ്നേഹം കിട്ടുന്നുണ്ട്. ഒരു മകനായിട്ട് ഈ നാട്ടുകാരനെ സ്വീകരിക്കുക എന്നുള്ള വലിയൊരു സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിലുള്ള വിജയം. കഴിഞ്ഞ വർഷം 180ഓളം വോട്ടിനാണ് ഇവിടെ വിജയിച്ചത്. അതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് ആണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലോട്ട് വരാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? നമ്മൾ ചെറുപ്പം മുതൽ തന്നെ UDFന്റെ കോൺഗ്രസിന്റെ പ്രവർത്തനമായി വളർന്നതാണ്. ഇപ്പോൾ KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ചെറുപ്പം മുതലേ പൊതുപ്രവർത്തനത്തിലുണ്ട്. 5 വർഷം LLB തിരുവനന്തപുരം കോളേജിലാണ് പഠിച്ചത്. അപ്പൊ നമ്മുടെ പ്രൊഫഷനും ഇതുമായി ബന്ധപ്പെട്ടതല്ല തന്നെ. ഇന്റെ പ്രൊഫഷൻ കൊണ്ട് ഇന്റെ നാട്ടുകാർക്ക് കൂടെ ഗുണം ഉണ്ടാവണം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് മാതാപിതാക്കളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അത് പിന്തുടരുക എന്നുള്ളതിനോട്. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവര് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും? പല ആളുകളും പല പ്രശ്നങ്ങൾ. വലിയ പ്രശ്നം ഇപ്പൊ നമ്മൾ പറയും പെൻഷന് വലിയ പൈസ കൂട്ടി 2000 ആക്കി എന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയൊരു നമ്പർ ഓഫ് ആളുകളെ പെൻഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ സങ്കടമാണ് കുറെ പേർക്ക് പറയാനുള്ളത്. ഇപ്പൊ 10,000-20,000 പേര് ആളുകൾ പെൻഷൻ ഒഴിവാക്കി. ആ സങ്കടം പല ആളുകൾക്കുണ്ട്. അതിനുള്ളൊരു പരിഹാരം എന്താന്ന് വെച്ചാൽ ഇനി ഒരു UDFന്റെ സംസ്ഥാന സർക്കാർ വരികയെന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങളിലൊക്കെ കൂടുതലായി ഇടപെടണം. അതുപോലെ തന്നെ വലിയ പ്രശ്നം എല്ലാ വ്യക്തിഗതാനുകൂല്യങ്ങളും എല്ലാ വീടുകളിലേക്കും എത്തിച്ച ഒരു മുൻ മെമ്പർ ഞങ്ങൾക്കുണ്ട്. ആ സാബിറ കരുവാട് എന്നുള്ള ആ മെമ്പറിന്റെ പിന്തുടർച്ചക്കാരനാണ്. ഇനിയും ആ തുടർച്ച ഉണ്ടാക്കണം എന്നുള്ളതാണ്. വലിയ പദ്ധതികൾ 45 ലക്ഷം CSR ഫണ്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരു അംഗനവാടി, 50 ലക്ഷത്തോളം രൂപയുടെ അംഗനവാടി വരാനുണ്ട്. അങ്ങനെ വലിയ ഒരു ഭൂരിപക്ഷം ഈ റോഡിന് 25 ലക്ഷത്തോളം രൂപ ടെൻഡർ കഴിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. അതാണ് അടുത്ത ലക്ഷ്യം. ഒരു യുവ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേക പദ്ധതികൾ എന്തെങ്കിലും? ഉറപ്പായിട്ടും. ഇവിടെ പഞ്ചായത്ത് റൗണ്ട് ഞങ്ങളുടെ വാർഡിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഞങ്ങളുടെ വാർഡിനോട് ബൗണ്ടറി പങ്കിടുന്ന സ്ഥലത്താണ്. അവിടെ കുട്ടികൾക്ക് നമ്മൾ ഫുട്ബോൾ, ക്രിക്കറ്റിനൊക്കെ ഉപരി അവർക്ക് PSCക്കോ അല്ലെങ്കിൽ സർക്കാർ ജോലികളിലേക്കോ അല്ലെങ്കിൽ അവർക്ക് നല്ല ക്യാമ്പസുകൾ പ്ലേസ്മെന്റ് കിട്ടുന്ന തരത്തിലുള്ള കായിക പരിശീലനം, സെബറ്റാക്രോ പോലെയുള്ള നമ്മുടെ നാട്ടിൽ വലിയൊരു അറിയപ്പെടാത്ത കായിക ഇനങ്ങളിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന തരത്തിൽ അവരെ സമൂഹത്തിലേക്ക് ഇറക്കി നിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വയോജനങ്ങൾക്ക് അവരൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാക്കുന്ന കോട്ടക്കുന്നിലെ വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം അല്ലെങ്കിൽ അവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് വലിയ ഒരു താല്പര്യമായിട്ട് കിടക്കുന്നത്. പഞ്ചായത്തിന്റെ പദ്ധതികൾക്ക് അപ്പുറം കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. കാർഷിക മേഖല, കുടിവെള്ളം, ഇവിടേക്ക് എന്തെങ്കിലും ഇനി മാറ്റങ്ങൾ വരുത്താനുണ്ടോ? എത്ര പറഞ്ഞാലും നമ്മുടെ എത്ര പ്രവർത്തിച്ചു കഴിഞ്ഞാലും വലിയൊരു വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയും തീരാനുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി ഏകദേശം എല്ലായിടത്തും എത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ തുടർച്ചകൾ ആവശ്യമാണ്. വികസനത്തിന് അവസാനമല്ല, തുടർന്നുകൊണ്ടേയിരിക്കും. വാർഡിന് വേണ്ടി എന്താണ് ഇനി ചെയ്യാനുള്ളത്? വാർഡിന് ചെയ്യാനുള്ളത് പഞ്ചായത്ത് ഫണ്ടുകൾ കൃത്യമായി ഞങ്ങളുടെ നാട്ടിലെ നമ്മളെ മുൻ മെമ്പർ ഈ പഞ്ചായത്തിൽ കൊടുത്ത് 37 വീടുകളാണ്. ആ പിന്തുടർച്ച ഇനിയും ഇവിടെ വീട് കിട്ടാനുള്ള ആളുകളുണ്ട്, വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്ക് കൂടുതൽ സ്നേഹം എത്തിക്കുക, പഞ്ചായത്തിന്റെ ഫണ്ടുകൾ എത്തിക്കുന്നതിനപ്പുറം ഞാൻ പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ പദ്ധതികളല്ലാത്ത കോർപ്പറേറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കണം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള കലാകായിക രംഗത്ത്, സ്ത്രീകളുടെ ഉന്നമനത്തിന്, വയോജനങ്ങളുടെ ഉന്നമനത്തിന് ഒരുപാട് കാര്യം വലിയൊരു ടീം കോട്ടക്കുന്നുമുണ്ട് ഇതിനൊക്കെ പറ്റി. നമ്മൾക്ക് ആഗ്രഹം PSC പരിശീലനം പോലുള്ള സംവിധാനങ്ങൾ പോലും ഈ പല തട്ടിലുള്ള ആളുകൾ കോട്ടക്കുന്നുമുണ്ട്. ചെറുപ്പക്കാരായിട്ടൊക്കെ +2 കഴിഞ്ഞിട്ട് ജോലിക്ക് പോകേണ്ട ആളുകളാണ്. വലിയ ജോലിക്ക് അവർക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും അതിനെ പറ്റിയ സാഹചര്യമുള്ള വീട്ടിൽ അവർക്ക് രാത്രി കാലങ്ങളിൽ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരു PSC പരിശീലനം അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനം ഒക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട്. വലിയൊരു ആഗ്രഹമാണ്. അതിന്റെ കോട്ടക്കുന്നാരെ കൂടെ ഉണ്ട് എന്നുള്ള തന്നെയാണ് വിശ്വാസം. വലിയൊരു സ്നേഹം കിട്ടുന്നുണ്ട്. അവസാനമായി വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ളത് 11-ാം തീയതിയാണ് ഇലക്ഷൻ.
എൻ്റെ നാട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഈ ജനക്കൂട്ടം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. എല്ലാവരും ഒരുമിച്ചുണ്ട്. വലിയൊരു ഭൂരിപക്ഷത്തിൽ നിങ്ങൾ ജയിപ്പിക്കുന്ന അറിയാം. ആരും മറക്കരുത്. ബാലറ്റ് പെട്ടിയിൽ 2ാമതാണ് എൻ്റെ സ്ഥാനങ്ങൾ. എല്ലാവരും കൂടി ഇനി 1ാമത് എത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവിധ വിജയാശംസകളും. താങ്ക്സ്. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.